അപ്പോൾ ഗൈസ് ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പതിവ് പോലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിലൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പഞ്ഞി പോലുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇതാ നല്ല സോപ്പ് പോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ദോശച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അതിലേക്ക് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ഇതാ ദോശ പരത്തിയെടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടോ നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ എനിക്ക് ഞാൻ റാഗി ദോശയായിട്ട് ഉണ്ടാക്കിയത്. കുട്ടികൾക്കും ബാബുവിനൊക്കെ അവിലും പച്ചരിയും വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. കടായി ഉണ്ടായിന്, ചിക്കൻ കടായി. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. പിന്നെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് ആ ചക്കയൊക്കെ ഒന്ന് വെട്ടി നോക്കി. അപ്പോൾ മത്തിക്കറിയും ചക്ക കൂട്ടാനും ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടന്നില്ല, ചക്ക മൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇട്ടാണ്ട് പോന്നു. പിന്നെ മീനൊക്കെ നന്നാക്കി എടുത്ത് പിന്നെ ചോറിന് കറി ഉണ്ടാക്കാൻ കറുമൂസല്ലേ, കറൂത്ത എന്നാട്ടോ നമ്മൾ പറയലേ. അപ്പോൾ കറൂത്തിയും അതേപോലെ ഒരു പച്ചമാങ്ങയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ, കറൂത്ത നമുക്ക് കറി ഉണ്ടാക്കാൻ. അങ്ങനെ മീനൊക്കെ നന്നാക്കി ഉപ്പുമുളകും തേച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കറുമൂസ ഉണ്ടല്ലോ, അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെറിയ കുക്കർ എടുത്തിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും അതിക്ക് കീറി ഇട്ട് കൊടുത്തു. ഇതുകൊണ്ട് ഞാൻ മോര് കറി ആയിട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ഇങ്ങനെ വെള്ളക്കറി ആക്കിയിട്ട് ഉണ്ടാക്കാട്ടോ. ഇത് എൻ്റെ ഐഫക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കറി. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ്ട് അടച്ച് വെച്ചാണ്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്തോളും. ഇനിയിപ്പോൾ മീൻ പൊരിക്കണം. അപ്പോൾ മീൻ പുറത്തടുപ്പത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇതാ അടുപ്പ് കത്തിച്ച് നമ്മളെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് മീൻ ഇതാ ഓരോന്നോരോന്ന് അങ്ങനെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ മത്തി പൊരിച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താന്ന്. അതേപോലെ തന്നെ കേട്ടോ ഇവിടെ എൻ്റെ ബാബു പറയും എൻ്റെ വായിക്കൂടെ എല്ലാം ഇറങ്ങുമെന്ന് പറയും. ഇന്നെ ഇങ്ങോട്ട് കടിച്ചാത്തതൊക്കെ ഞാൻ തിന്നു കേട്ടോ. എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും ഞാൻ ചോറ് കഴിക്കും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അതിന് പറ്റൂല. അവർക്ക് ഇങ്ങനെ ചോറ് വിളമ്പി കൊടുത്താലേ അതിൻ്റെ മുന്നിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണണം. അങ്ങനെ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ട് കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കിട്ടോ. തേങ്ങ ചിരവിയതും അതേപോലെ നല്ല ജീരകവും ചെറിയ ഉള്ളിയും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുക്കറൊക്കെ 3 വിസിലടിച്ചതിന് ഓഫ് ചെയ്തിന് കേട്ടോ. അപ്പം നമ്മളെ കറുമൂസൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങോട്ട് ഇങ്ങനെ തിള വരുമല്ലോ. ആ സമയത്ത് നമുക്ക് കുറച്ച് മോരും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. തൈര് ഞാൻ ജാറിലിട്ടാണ്ട് ഒന്ന് അടിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ കറി സെറ്റായിട്ടോ. പിന്നെ വറവിട്ട് കൊടുക്കും കൂടെ ചെയ്തു. പിന്നെ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിനല്ലോ അതും ആയിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ മീൻ പൊരിക്കാൻ വെച്ചാൽ പെട്ടെന്ന് ആവട്ടോ, ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട്. അങ്ങനെ മീനൊക്കെ ചട്ടിയിൽ നിന്ന് മാറ്റി. പിന്നെ നമ്മളെ മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. മാങ്ങയൊക്കെ നുറുക്കി അതിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഒരു വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടാണ്ട് അങ്ങനെ അരച്ചെടുത്തു. പിന്നെ ഒരു വാഴയിലേക്ക് ചോറും കൂട്ടാനൊക്കെ വിളമ്പി അതങ്ങോട്ട് അകത്താക്കിട്ടോ.